നമസ്കാരം. പി ശശിക്കെതിരായ PV അൻവറിന്റെ പരാതിയിൽ പരോക്ഷത്തിൽ ശക്തി ആർജിച്ചിരിക്കുന്നത് MV ഗോവിന്ദനാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ഭരണവിരുദ്ധത കാരണമായി എന്ന വിലയിരുത്തൽ CPM-ൽ സജീവമാണ്. അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനായ PK ശശിയെ വെറും പാർട്ടി അംഗമാക്കിയ ഗോവിന്ദൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെയും പുറത്താക്കാനുള്ള നീക്കത്തിലാണ്. അൻവറിന്റെ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ് എന്നും ശശിയെയും ADGP അജിത് കുമാറിനെയും മാറ്റണമെന്നും MV ഗോവിന്ദൻ അടുത്ത CPM സെക്രട്ടേറിയറ്റിൽ അഭിപ്രായമുയർത്തും. ഇതിന് എത്രത്തോളം പിന്തുണ CPM-ൽ നിന്നും കിട്ടും എന്നുള്ളതാണ് നിർണായകം. CPM സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ വികാരവും ശക്തമാണ്. അൻവറിന്റെ വിമർശനങ്ങളോട് ശശിയെ കൊണ്ടൊന്നും കഴിയുന്നില്ല എന്നും അൻവർ പറയട്ടെ എന്നുമാണ് മുതിർന്ന CPM നേതാവ് പ്രതികരിച്ചത്. പിണറായിക്കെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും പാർട്ടിയിലുള്ള വികാരത്തിന് തെളിവാണ് ഇത്. MA ബേബി, A വിജയരാഘവൻ എന്നിവരാണ് പിണറായിക്കും ഗോവിന്ദനും പുറമെ കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ വിവാദത്തിൽ ബേബിയും വിജയരാഘവനും എടുക്കുന്ന നിലപാട് നിർണായകമാണ്. ഈ രണ്ടുപേരുടെ പിന്തുണയിലാണ് അപ്രതീക്ഷിത നീക്കത്തിലൂടെ EP ജയരാജന്റെ ഇടത് കൺവീനർ സ്ഥാനം ഗോവിന്ദൻ തട്ടിത്തെറിപ്പിച്ചത്. അതായത് കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോയിലെ 3 പേർ ഒരു പക്ഷത്ത്. ഇത് തുടർന്നാൽ പിണറായി കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകും. അൻവറിന്റെ വിവാദം പാർട്ടി സമ്മേളനത്തിലേക്ക് കടന്നാൽ മുഖ്യമന്ത്രിക്കായുള്ള പിണറായി തുടർച്ച പോലും ചോദ്യം ചെയ്യപ്പെടും. PK ശശിക്കെതിരെ അതിവേഗ നടപടിയിൽ ഗോവിന്ദൻ ആരംഭിച്ച തെറ്റിദ്ധരുത്തൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ വിലയിരുത്തലും സജീവമാണ്. P ശശിയുടെ രാഷ്ട്രീയ ഭാവിയിൽ ഇനിയുള്ള നീക്കങ്ങൾ നിർണായകമായി മാറും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായ PV അൻവറിന്റെ പരാതി CPM അന്വേഷിക്കുന്നതും ഈ സാഹചര്യത്തിൽ തന്നെയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരാതി ചർച്ച ചെയ്യും. അൻവറിന്റെ പരാതി ഗൗരവത്തോടെ കാണണമെന്നാണ് നേതൃത്വത്തിലുള്ള ധാരണ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നും P ശശിയാണ് അതിന് നേതൃത്വം നൽകുന്നത് എന്നും അൻവർ ആരോപിച്ചിരുന്നു. സർക്കാരിനും പാർട്ടിക്കും നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇവരിൽ നിന്നും ഉണ്ടാകുന്നു. ഇത് തിരുത്തപ്പെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അൻവർ MV ഗോവിന്ദന് പരാതി നൽകിയത്. തിങ്കളാഴ്ച മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പാണ് അൻവർ പാർട്ടി സെക്രട്ടറിക്ക് കൈമാറിയത്. പരാതി പാർട്ടി സംഘടനാപരമായി പരിശോധിക്കണമെന്നായിരുന്നു അൻവറിന്റെ ആവശ്യം. എന്നാൽ തെളിവുകളൊന്നും നൽകിയിട്ടുമില്ല. താൻ പോരാട്ടം തുടങ്ങിയിട്ടേയുള്ളൂവെന്ന് PV അൻവർ MLA പറഞ്ഞു. താൻ ദൈവത്തിനും ഈ പാർട്ടിക്കും മാത്രമേ കീഴടങ്ങൂ എന്ന് അൻവർ പ്രതികരിച്ചു. പരാതികളിൽ തനിക്ക് ഒരു ഉറപ്പും എവിടെ നിന്നും ലഭിച്ചിട്ടില്ല. ആരോപണങ്ങളിൽ നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്ന പ്രതീക്ഷയുണ്ട്. ADGPയെ മാറ്റേണ്ടത് താനല്ല എന്നും അജിത് കുമാർ ചുമതലയിൽ തുടരുമ്പോൾ നിഷ്പക്ഷ അന്വേഷണം എങ്ങനെ നടക്കുമെന്നുമുള്ള ചോദ്യം തന്നെയാണ് തനിക്കുള്ളത് എന്നും അൻവർ പറഞ്ഞു. ADGPക്ക് വിധേയപ്പെട്ട അന്വേഷണം നടത്തിയാൽ അവരൊക്കെ മറുപടി പറയേണ്ടി വരും. ആരോപണങ്ങളിൽ സത്യസന്ധമായ അന്വേഷണം വേണം. പിണറായി മുഖ്യമന്ത്രിയായത് സ്വന്തം നിലയിലല്ല. പാർട്ടിയാണ് പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കിയത്. സൂചനാ തെളിവുകളാണ് താൻ പുറത്തുവിട്ടത്. ഇനി അന്വേഷിക്കേണ്ടത് പോലീസാണ്. പാർട്ടി സെക്രട്ടറിയോട് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. MV ഗോവിന്ദൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിനെല്ലാം താൻ മറുപടി നൽകി. അന്തസ്സുള്ള പാർട്ടിയും മുഖ്യമന്ത്രിയുമാണിത്. സർക്കാർ ഭയപ്പെട്ടിട്ടാണ് നടപടിയെടുക്കാത്തത് എന്ന് വിശ്വസിക്കുന്നില്ല. സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്ന ലോബിക്കെതിരെയുള്ള വിപ്ലവമാണിത്. വിശ്വസിച്ചേൽപ്പിച്ചവർ മുഖ്യമന്ത്രിയെ ചതിച്ചു. അതിന് ഉത്തരവാദി മുഖ്യമന്ത്രിയല്ല. ലക്ഷക്കണക്കിന് പാർട്ടിക്കാർ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് താൻ പറഞ്ഞത്. ആരോപണങ്ങൾ പാർട്ടിക്ക് തള്ളിക്കളയാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല. പോലീസിലെ ലോബിക്കെതിരായ വിപ്ലവമായി ഇത് മാറുമെന്നും അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അൻവർ എലിയായി മാറി എന്ന വിമർശനത്തിനും MLA മറുപടി പറഞ്ഞു. എലി അത്ര മോശം ജീവിയല്ല. അത് വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എലിയായോ പൂച്ചയായോ താൻ പൊതുമധ്യത്തിൽ ഉണ്ടാകുമെന്നും അൻവർ പ്രതികരിച്ചു.